ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലെ എണീറ്റ പാടെ തന്നെ നല്ല തണുത്ത കാറ്റും നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ കുറച്ച് മടിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് ഓഫായിട്ടുള്ള ദിവസമല്ല, ഇക്കാക്ക് ജോലിക്ക് പോകണം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കിച്ചണിൽ കയറി. തലേ ദിവസം വന്നപ്പോൾ കൂന്തൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമുക്ക് കൂന്തൽ കിട്ടുന്നത്. അപ്പോൾ കൂന്തൽ നല്ല ഐസൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് വിട്ടു പോകണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും അതുപോലെ തന്നെ കൂന്തൽ റോസ്റ്റും ആക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പൊറോട്ടയുടെ മാവും കൂടി ഒന്ന് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നേരത്തെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് മാവായിട്ട് കിട്ടുമല്ലോ. എപ്പോഴും ലാസ്റ്റ് ആയിക്കോട്ടെ ഞാൻ കുഴക്കുക. അതുകൊണ്ട് അതിനെ കട്ടിയുള്ള മാവ് വെച്ച് പരത്തേണ്ടി വരും. ഇത്തവണ ആദ്യം തന്നെ ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും പിന്നെ കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇവിടെ പൊറോട്ടയും അതുപോലെ തന്നെ കൂന്തൽ റോസ്റ്റൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അതുപോലെ ഇക്കാക്ക് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ജോലിക്ക് പോകണം കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ഇന്ന് എണീറ്റിട്ടുണ്ട്. അതുപോലെ നമ്മൾ മാവെല്ലാം നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓയിലൊക്കെ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. അപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കൂന്തലിൻ്റെ പണിക്ക് ഇറങ്ങാം. പക്ഷേ കൂന്തൽ വിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും നല്ല ഐസ് പിടിച്ചിരിക്കുകയാണ്. ഞാൻ ചട്ടിയിലിട്ട് കുറച്ചും കൂടി ഒന്ന് വെള്ളമൊഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഇപ്പോൾ വിട്ട് വരാനൊക്കെ നല്ല താമസമാണ് കേട്ടോ. അപ്പോൾ കൂന്തൽ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് കൂന്തലിനുള്ള മസാല തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത്തവണ കുറച്ച് കൂടുതൽ കൂന്തലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉള്ളത് വലിയ സൈസുമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെയൊക്കെ പണി വരുമ്പോൾ തലേ ദിവസം തന്നെ എന്തെങ്കിലുമൊക്കെ അടുപ്പിച്ച് വെക്കാറാട്ടോ പതിവ്. പക്ഷേ ഇത്തവണ അതൊന്നും നടന്നില്ല. തലേദിവസം മാവ് കുറച്ച് അലമ്പായതുകൊണ്ട് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ആളെൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒച്ചമ്പളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറിയ രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സവാള നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ പൊറോട്ട ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മസാല വേണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കൂടുതൽ സവാളയൊക്കെ എടുക്കുന്നുണ്ട് ഇത്തവണ. എല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ കൂന്തലൊക്കെ ഐസൊക്കെ മാറി വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ലെങ്ത് ഉണ്ട് കേട്ടോ നമ്മൾ കൂന്തൽ. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ കൂന്തൽ ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. വലിയ ഉളുമ്പും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കഴിഞ്ഞ തവണ മേടിച്ചത് ചെറുതായിരുന്നു. ചെറുത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. ഇതാകുമ്പോൾ വലുതായതുകൊണ്ട് വലിയ പാടൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടി. അതുപോലെ തന്നെ ഇപ്പോൾ കൂന്തലിൻ്റെ സീസണാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ വിലയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഓഫറിനാണ് കേട്ടോ ഇത് കിട്ടിയത്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ.
അങ്ങനെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തലയും നല്ലപോലെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കൂന്തലെടുത്ത് ഫ്രൈയും ചെയ്യാം, കുറച്ച് റോസ്റ്റും ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതുപോലെ ഇവിടെ കൂന്തൽ ഫ്രൈ ചെയ്തിട്ടേ ഇല്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂന്തലെടുത്ത് ഫ്രൈ ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കൂന്തലൊക്കെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യുന്നത് കുറച്ച് നൈസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ കൂന്തലിൻ്റെ അകത്തൊക്കെ കുറച്ച് ഐസ് പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മൊത്തം കൂന്തലും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ക്ലീനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പോകാം. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഉള്ള കൂന്തലെല്ലാം നമ്മൾ ചട്ടിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇവിടുന്ന് മേടിച്ച മുളക് പൊടിയാണ് കുറച്ച് കളറ് കുറവുണ്ട്, പക്ഷെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന ഈ കളറല്ല കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോൾ ബ്രൈറ്റ്നസ്സിന് ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ഫോണിൽ. അപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് കളറിലാട്ടോ ഇതിരിക്കുക. അങ്ങനെ എല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയത്. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം, മസാലയൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടി. അതിനുശേഷം പാൻ ചൂടായതിന് ശേഷം നമുക്ക് നീളത്തിൽ അരിഞ്ഞ് നമ്മൾ സവോളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തുള്ളി ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് സവോളയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ സവോളയൊക്കെ നിറം മാറി വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കൂന്തലും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് മൊത്തത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പുളി കിട്ടാൻ വേണ്ടി ചെറിയൊരു കഷ്ണം കുടംപുളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളൂ കേട്ടോ. അതിനുശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുകയാണ്. ഇനി നമുക്ക് കൂന്തൽ പൊരിക്കാൻ വേണ്ടിയും കൂടെ മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കാം. അതിന് വേണ്ടി ആ ചട്ടിയിലേക്കാണ് നമ്മൾ കുറച്ച് കൂന്തൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊരിക്കാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടികളൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം പൊരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ പൊടികൾ വളരെ കുറച്ചാണ് കൊടുത്തിട്ടുള്ളത്, കാരണം കുഞ്ഞിനും കൂടി കൊടുക്കാനാണ് കേട്ടോ. ആൾക്ക് കൂന്തലൊക്കെ ചെറുതായിട്ട് ഇഷ്ടമാണ്, അതുകൊണ്ട് ലൈറ്റായിട്ടേ പൊടികൾ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു സമയമായപ്പോൾ നമ്മൾ റോസ്റ്റിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ കൂന്തൽ വെന്തിട്ടൊന്നും ഇല്ല കേട്ടോ. അതിന് അങ്ങനെ കൂന്തലിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തിള വന്നതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്.
അതുപോലെ ഈ ഒരു ടൈം ആയപ്പോൾ വാവ എണീറ്റ് വന്ന് നല്ല കരച്ചിലും ബഹളമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ആളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും കൂന്തലിൻ്റെ പരിപാടിക്ക് ഇറങ്ങി. ആ ടൈം ആയപ്പോൾ നമ്മൾ കൂന്തലൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അങ്ങനെ നമ്മൾ ഉപ്പും കൂടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂന്തലൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് വറ്റി വന്നാൽ മതി. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ല പരത്തിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്നത്. ആദ്യം ഒന്ന് പരത്തി പിന്നെ ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയമായപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കാരണം വാവ ഇടയ്ക്ക് കരഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ കുറച്ച് ലേറ്റാണ്. അങ്ങനെ ഇതാ നമ്മൾ ഓരോന്നും പെട്ടെന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പൊറോട്ടയും ചാട്ടിയിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി ഒന്ന് ചുട്ടെടുക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോൾ ഇക്ക പോകാനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്കുള്ള ഫുഡും കൂടി ഒന്ന് എടുത്തു കൊടുക്കുവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കൂന്തൽ റോസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് സാധനവുമായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചായയും കൂടി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പാൽ ചായ. അങ്ങനെ ഇക്കാക്കുള്ള വിളമ്പി കൊടുക്കുകയാണ്. ആൾക്ക് ഇഷ്ടമാണ് കേട്ടോ, കൂന്തലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൂന്തലും പൊറോട്ടയും നല്ല കോമ്പിനേഷനുമാണ് കേട്ടോ. അങ്ങനെ ഇക്കാക്ക് കൊടുത്തതിന് ശേഷം എനിക്കുള്ള പൊറോട്ടയും കൂടി ഒക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അതുപോലെ നമ്മൾ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പൊറോട്ടയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ഞാനും കൂടി കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂട് പൊറോട്ടയും നല്ല ചൂട് കൂന്തൽ റോസ്റ്റും അതുപോലെ നല്ല ചായയായിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ മഴയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. ആ സമയത്ത് ഈ ചൂടോടുകൂടി തന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അവയ്ക്ക് വേണ്ടി കുറുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് പൊറോട്ടയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് പൊറോട്ട ഒക്കെ കുറച്ചൊക്കെ ഇഷ്ടമാണ്. അതുപോലെ കൂന്തലും ചെറുതായിട്ടൊക്കെ കൊടുക്കും കേട്ടോ. കൂന്തലും ആൾക്ക് കുറച്ചൊക്കെ ഇഷ്ടമാണ്. ചിലപ്പോൾ കഴിക്കും, ചിലപ്പം കഴിക്കില്ല, ആ ഒരു രീതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കൂന്തലും അതേ പൊറോട്ടയും അതേ നല്ല കോമ്പിനേഷനും ആയിരുന്നു. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.